പെരുന്നാളിന് അവധി പ്രഖ്യാപിക്കുന്നതിൽ പോലും വിവാദങ്ങളുണ്ടായ ഏറ്റവും നിരാശാജനകമായ മറ്റൊരു സംഭവം കൂടി നമ്മുടെ നാട്ടിലുണ്ടായി. അത് പലവിധ വാദപ്രതിവാദങ്ങളുണ്ട്. പക്ഷേ എന്തിലും ഏതിലും ഇത്തരം കാര്യങ്ങൾ ആരോപിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഇത്തരം മാനങ്ങൾ എല്ലാത്തിനും പകർന്നു നൽകാൻ നമ്മുടെ രാഷ്ട്രീയ നേതാക്കളോ മറ്റ് സംവിധാനങ്ങളോ ഒക്കെ ഉണ്ട് എന്നത് ഏറ്റവും ദൗർഭാഗ്യകരമായൊരു സ്ഥിതിയാണ്. അതാണ് ഇപ്പോൾ നമ്മൾ എല്ലാത്തിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ സമ്പത്ത് സൂചിപ്പിച്ച പോലെ ഇത്രയേറെ ചരിത്രങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഭാരതാംബ എന്ന സങ്കല്പം എങ്ങനെയാണ്, അത് ആരുടേതാണ്, അല്ലെങ്കിൽ പലരുടെയും ഉണ്ട് എന്നൊക്കെ അദ്ദേഹം ചിത്രങ്ങൾ സഹിതം പറഞ്ഞു. നമുക്കറിയാം ആദ്യ ചിത്രം അത് വന്നത് എങ്ങനെയൊക്കെയാണ്, അതായത് ഏതൊക്കെ രീതിയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരങ്ങളെ, അല്ലെങ്കിൽ രാജ്യത്തിന് ഏറ്റവും ആവശ്യമായ ഘടകങ്ങൾ, അത് ഭക്ഷണമാകട്ടെ, ജ്ഞാനമാകട്ടെ, വസ്ത്രമാകട്ടെ, അതിനൊക്കെ പ്രതീകവൽക്കരിച്ചുകൊണ്ടാണ് ആദ്യം ഭാരതമാത ഉണ്ടാകുന്നത്. പിന്നെ ഇവോൾവ് ചെയ്തു വരുന്നതാണല്ലോ. പല കലാകാരന്മാരുടെയും സങ്കല്പത്തിൽ പലതും ചേർക്കപ്പെടുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ രാജ്യം ഒന്നാണ്, അതിന് മറ്റു വേർതിരിവുകളില്ല എന്ന സന്ദേശമാണ് ഏത് രാജ്യത്തിൻ്റെതായ ഏത് സിമ്പലും നൽകട്ടെ, അത് ഔദ്യോഗികമാകട്ടെ അനൗദ്യോഗികമാകട്ടെ. അതിലുള്ള പാളിച്ചയാണ് ഇപ്പോൾ ഇവിടെ ഗവർണർ പങ്കെടുത്ത പരിപാടിയിൽ നടന്നതായി, രാജ്ഭവനിൽ നടന്നതായി ആരോപിക്കപ്പെടുന്നത്. ഇതിൽ ഇപ്പോഴും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വേണ്ടത്ര നിലയിലുള്ള ഒരു മുഖ്യമന്ത്രി അടക്കം പ്രതികരിക്കാതിരിക്കുന്നത്, ഈ കാര്യങ്ങളെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതേ നിലയിൽ അങ്ങ് മുന്നോട്ട് പോയി അവസാനിപ്പിക്കട്ടെ എന്ന ഒരു നീക്കം തന്നെയാണോ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങ് സംശയിക്കുന്നത്? വിഷയം ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, നമ്മുടെ ഈ ചർച്ചയുടെ പല ഘട്ടത്തിലും ബഹുമാന്യനായ മുൻ MP സമ്പത്ത് പലവട്ടം നാളെ ബക്രീദാണ് എന്ന് പറയുന്നത്. അത് ഈ ചർച്ചയുമായിട്ട് കണക്ട് ചെയ്യുന്നതിന്റെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത്, നമ്മുടെ നാട്ടിൽ എന്തിനേയും ഏതിനേയും, അത് ആഘോഷമാകട്ടെ സങ്കടമാകട്ടെ, എന്തിനേയും ഏതിനേയും പലതിൻ്റെയും കൂട്ടിച്ചേർക്കലുകൾക്ക് വേണ്ടി ആളുകൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന സംശയം സ്വാഭാവികമായിട്ടും ഉണ്ടാകും. തീർച്ചയായിട്ടും ഞാൻ ആ പോയിന്റ് അദ്ദേഹം അങ്ങനെ പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നാളത്തെ ബക്രീദിന് അദ്ദേഹം ഇപ്പൊ തൊട്ട് ഈ ചർച്ചയിൽ ഇതിന്റെ കൂട്ടത്തിൽ ആശംസ പറയുന്നു. നാളത്തെ ബക്രീദ് ആയതുകൊണ്ട് 1.5 മിനിറ്റ് സംസാരിച്ചിട്ട് ഇപ്പോഴേ ബക്രീദ് ആഘോഷിക്കാൻ പോകുന്ന അല്ലല്ലോ. അപ്പോൾ അതിൽ വേറെ എന്തോ അങ്ങനെ പറയുന്നതിൽ ഒരു അസ്വാഭാവികത എനിക്ക് തോന്നി. ഇവിടെ ബക്രീദുമായിട്ട് കണക്ട് ചെയ്തിട്ടല്ല ഞാൻ കേരളത്തിലെ ഗവർണർ ഭാരതാംബയുടെ ചിത്രം, ഭാരതാംബ എന്ന് RSSകാർ അവകാശപ്പെടുന്ന ചിത്രം വെച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് പരിപാടി നടത്തിയതിനെ ഞാൻ കാണുന്നത്. കാരണം നമ്മുടെ നികുതി പണത്തിൽ നിന്ന് പണം ചെലവഴിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു സർക്കാർ പരിപാടി നടത്തുമ്പോൾ RSSന്റെ പ്രഖ്യാപിതമായിട്ടുള്ള ചിത്രങ്ങളും ബിംബങ്ങളും വെച്ച് ആരാധിക്കുന്നതിനെ രാഷ്ട്രീയമായിട്ട് ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തത്, എറണാകുളം നഗരത്തിൽ തൃക്കാക്കര കാക്കനാട് കളക്ടറേറ്റിന്റെ അടുത്ത് ഭാരത് മാത എന്ന് പറഞ്ഞൊരു കോളേജുണ്ട്. അത് കത്തോലിക്ക സഭയുടെ ഒരു കോളേജാണ്. അവിടെ ഭാരത് മാത എന്ന് അവർ ഉദ്ദേശിക്കുന്നത് ഈ RSSകാരനായിട്ടുള്ള ആർലേക്കർ ഗവർണറുടെ ആഫീസിൽ രാജ്ഭവനിൽ വെച്ച് ആരാധിച്ച ആ ചിത്രമല്ല. ഇനി ഭാരതറാണി എന്ന പേരിൽ പല പള്ളികളും കേരളത്തിൽ ക്രൈസ്തവ ദേവാലയങ്ങളുണ്ട്. അവിടെയൊന്നും ക്രൈസ്തവർ ആരാധിക്കുന്ന ഭാരതറാണി, ഭാരതമാത എന്ന് പറഞ്ഞാൽ ഈ ചിത്രമല്ല, യേശു ക്രിസ്തുവിന്റെ അമ്മയായിട്ടുള്ള കന്യാമറിയത്തെ കുറിച്ചിട്ടാണ്. അപ്പൊ ഈ രാജ്യത്തെ വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക്, വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ആളുകൾക്ക് ഭാരത് മാത എന്ന കൺസെപ്റ്റിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്. അതെല്ലാം ഗവൺമെന്റിന്റെ പൊതുപരിപാടിയിൽ കൊണ്ടുവന്ന് വെച്ച് നികുതി പണം ചെലവഴിച്ച് ആരാധിക്കാൻ പാടില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പ്രഖ്യാപിത നിലപാട്. ഒന്നാമത്തെ കാര്യം. ഇനി രണ്ട്, അഖണ്ഡ ഭാരതം കൊണ്ടുവരണം എന്ന് കൊതിക്കുന്നവരാണ് നമ്മളെല്ലാവരും എന്ന് ഉല്ലാസ് ബാബു പറഞ്ഞു. ഞാൻ അതിൽ പെടുന്നില്ല, എൻ്റെ പ്രസ്ഥാനവും അതിൽ പെടുന്നില്ല. കാരണം BJPക്കും RSSനും അത്തരത്തിൽ കൊതിക്കാം. ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് അഖണ്ഡ ഭാരതം വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടണമെന്നല്ല ആഗ്രഹം. ഈ രാജ്യം, ഇന്ത്യ മഹാരാജ്യം, ഭാരതം, നിലവിൽ ഈ രാജ്യത്തുള്ള 142 കോടിയിലധികം വരുന്ന മനുഷ്യർക്ക് പട്ടിണിയില്ലാതെ, ദാരിദ്ര്യമില്ലാതെ, തൊഴിലില്ലായ്മയില്ലാതെ ജീവിക്കാൻ പറ്റണം. സകല ജാതി മതവിശ്വാസങ്ങളിൽപ്പെട്ട മനുഷ്യർക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റണം. സകല വേഷഭൂഷാദികളും ധരിച്ച്, സകല ഭാഷകളും സംസാരിച്ച്, സകല വിധത്തിലുള്ള ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യത്തോടു കൂടി നിലവിലുള്ള ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കാനുള്ള സാഹചര്യം സംജാതമാകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അല്ലാതെ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് പല രാജ്യങ്ങളുണ്ടായിരുന്നല്ലോ, ചൈന, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബർമ, മ്യാൻമാർ, ഇങ്ങനെ എല്ലാവരെയും കൂട്ടിച്ചേർത്ത് അവർക്ക് കൂടി ചെലവിന് കൊടുക്കേണ്ട ബാധ്യത ഏറ്റെടുക്കണമെന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല. ഇനി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, അഖണ്ഡ ഭാരത സംസ്കാരം അത് പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെടുന്ന BJP ഈ പാകിസ്ഥാനെ കൂടെ കൂട്ടാൻ തയ്യാറാണോ? എങ്കിൽ അവിടെ നിന്നുള്ള മുസ്ലിങ്ങളെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യോ? അപ്പോൾ നിങ്ങൾ BJPക്കാർ ഈ രാജ്യത്ത് നിന്ന് കയറ്റി അയക്കാൻ പോകുന്ന മുസ്ലിങ്ങളെ പിന്നെ നിങ്ങൾ ഏത് രാജ്യത്തേക്ക് വിടും? അപ്പൊ ഈ അഖണ്ഡ ഭാരതം എന്നൊക്കെ അവകാശപ്പെടുന്നത് വെറുതെ കുറെ ആളുകളെ ചുറ്റിക്കാൻ വേണ്ടി പറയുന്ന ഒരു മുദ്രാവാക്യം മാത്രമായിട്ടാണ് ഞാൻ കാണുന്നത്. മുഴുവൻ ആളുകളും ആരാധിക്കുന്നത്. ഇവിടുന്ന് കയറ്റി അയക്കാൻ പോകുന്നത് എന്താണ് ജിൻഡോ ഉദ്ദേശിച്ചത്?
അല്ല, ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ മുഴുവൻ പാകിസ്ഥാനിൽ പോകണമെന്നല്ലേ പി സി ജോർജിനെ പോലുള്ള ആളുകൾ പറഞ്ഞത്? അതിനവർ തള്ളി പറഞ്ഞോ? ഈ രാജ്യത്തെ RSSന്റെയും BJPയുടെയും നേതാക്കന്മാർ എപ്പോഴൊക്കെ എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ രാജ്യത്തെ സർക്കാരിനെതിരെ ആരെങ്കിലും പറഞ്ഞാൽ, നമ്മൾ നികുതി കൊടുക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ, നരേന്ദ്രമോദി സർക്കാരിനെതിരെ ആരെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ അവരുടെ ജാതിയും മതവും നോക്കിയിട്ട് പാകിസ്ഥാനിൽ പോടാ എന്ന് പറയുന്നു. അപ്പൊ ഈ പാകിസ്ഥാനെ അഖണ്ഡ ഭാരതം എന്ന് പറഞ്ഞ് കൂട്ടിച്ചേർത്താൽ പിന്നെ എവരേക്കാ ഇവർ വിടാൻ പോകുന്നത്? വിടാൻ ഒരു സ്ഥലം വേണ്ടേ അപ്പോൾ ഇവർക്ക്? അപ്പൊ ഈ അഖണ്ഡ ഭാരതം എന്നൊക്കെ പറയുന്നത് വെറുതെ കുറെ സംഘപരിവാറുകാരെ ഇക്കിളിപ്പെടുത്താൻ വേണ്ടി പറയുന്ന മുദ്രാവാക്യമാണ്. പ്രാക്ടിക്കൽ അല്ല എന്ന് ഇവർക്ക് പറയാം. ആധുനിക രാഷ്ട്ര സങ്കല്പത്തിൽ പ്രാക്ടിക്കൽ അല്ലാത്ത ഒരു മുദ്രാവാക്യം പറഞ്ഞ് ആളുകളെ വെറുതെ ഭ്രാന്ത് പിടിപ്പിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഇനി അടുത്തത്, ഈ RSSകാരുടെ ചിത്രം, RSSകാർ വെച്ച് ആരാധിക്കുന്ന ഈ ചിത്രം, ഇത് എല്ലാവരും ആരാധിക്കുന്ന മറ്റേ ഭാരത് മാതാ ചിത്രമാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിനെ ആരാധിക്കുന്നില്ല. ഇപ്പൊ അല്പം മുമ്പ് സമ്പത്ത് സാർ കാണിച്ച നിരവധി ചിത്രങ്ങളുണ്ട്. നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താലും പല വിധത്തിലുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ പരിശോധിച്ചാൽ നമുക്ക് ഒത്തിരി ചിത്രങ്ങൾ കിട്ടും. എന്തായാലും 1905 RSS രൂപീകരിക്കുന്നതിന് 20 വർഷം മുമ്പ് അഭിനീന്ദ്രനാഥ് ടാഗോർ വരച്ച ചിത്രം ഈ RSSകാരായിട്ടുള്ള ഗവർണർ ആരാധിച്ച ചിത്രമല്ല. കയ്യിൽ നെൽക്കതിരും അല്ലെങ്കിൽ ഗോതമ്പ് കതിരും പുസ്തകവും അല്ലെങ്കിൽ ജപമാലയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബിംബങ്ങൾ ഉപയോഗിച്ച് നിൽക്കുന്ന ആ ഭാരത് മാതാ ചിത്രമല്ലല്ലോ നിങ്ങൾ ആരാധിക്കുന്നത്. കാലാകാലങ്ങളിൽ RSSകാരുടെ ഭാവനയിൽ വിരിഞ്ഞ ഒരു ചിത്രം എടുത്തിട്ട് ഇത് ഭാരതത്തിന്റെ ബിംബമാണ്, സിംബലാണ്, ആരാധിച്ചോ എന്ന് പറഞ്ഞാൽ ശരി, അതാണ് ഉല്ലാസ് ബാബു, ഇതാണ് നമുക്കറിയാം, ആരാധിക്കാൻ പറ്റില്ല. ഇനി ഒരു കാര്യം കൂടി ഈ വിഷയം ഒറ്റ കാര്യം കൂടി അദ്ദേഹം വേറൊരു കാര്യം കൂടി പറഞ്ഞു. ഭാരത് മാതാ സങ്കല്പത്തെ ഗാന്ധിയും നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും ഒക്കെ അംഗീകരിച്ചു എന്ന്. നെഹ്റുവിന്റെ ഭാരത് മാതാ സങ്കല്പം എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ മലകളും പുഴകളും താഴ്വാരങ്ങളും ഭൂമിയും ഒന്നുമല്ല, ഈ രാജ്യത്തെ സകല വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുമാണ് ഈ രാജ്യത്തെ ഭാരത് മാത എന്ന് നെഹ്റു പറഞ്ഞത്. അത് തന്നെയായിരുന്നു ഗാന്ധിയുടെ കൺസെപ്റ്റ്, അത് തന്നെയായിരുന്നു സുഭാഷ് ചന്ദ്രബോസിന്റെ കൺസെപ്റ്റും, അത് തന്നെയായിരുന്നു പട്ടേലിന്റെ കൺസെപ്റ്റും. അവരൊന്നും ഇത്തരത്തിലുള്ള ഒരു ഭാരത് മാതാ ചിത്രങ്ങൾ വെച്ച് ആരാധിക്കുകയോ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ അല്ലെങ്കിൽ സിഖുകാരെ അല്ലെങ്കിൽ ക്രൈസ്തവരെയൊക്കെ ഈ രാജ്യത്ത് നിന്ന് പാലായനം ചെയ്യിപ്പിക്കണമെന്നും വേട്ടയാടണമെന്നും പറയുന്ന അത്തരത്തിലുള്ള ഒരു ഭാരത് മാതാ സങ്കല്പം എടുത്തു വെച്ചുകൊണ്ട് രൗദ്രമൂർത്തി ഭാവങ്ങളായിട്ട് RSSന്റെ മുദ്രാവാക്യം പറയുന്നവരായിരുന്നില്ല.